അങ്ങോട്ട് കൊടുക്കടൂ. സാർ നമസ്കാരം. നമസ്കാരം. മിനിസ്റ്ററെ കണ്ടോ? ഏത് മിനിസ്റ്റർ? സ്ഥലം മിനിസ്റ്റർ കണ്ടു, പക്ഷെ കാണേണ്ട പോലെ കാണാൻ പറ്റില്ല. സാരമില്ല, നാളെ കാണുന്നുണ്ട്. അതോട് ഞങ്ങൾ വന്നിട്ട് രണ്ടുപേരും രണ്ട് സ്ഥലത്തായതുകൊണ്ട് ദാമ്പത്യം വളരെ. ഞാൻ ഏറ്റവും പറഞ്ഞല്ലോ, താൻ പേടിക്കാതെ. ഏറ്റവും സാറ് കുറെ നാളായിട്ട് പറയുന്നുണ്ട്. അപ്പുക്കുട്ടൊരു കാര്യം, നാളെ വന്നെ കാണാം. അല്ല, നാട്ടില് വിഡ്ഢികൾ എങ്ങനെ കൂടി കൂടി വരുള്ളൂ എന്ന് ഓർത്ത് ചിരിച്ചതാ. ഇടയ്ക്കിടയ്ക്ക് അവലവനെ പറ്റി ഒരു തോന്നലുണ്ടായിരുന്നു. പ്രതിപക്ഷക്കാര് വന്ന് പോയോ ഇതിനെ? അവര് ജാനകമ്മ ടീച്ചർ തന്നെയാ നിർത്തുന്നത്. ഓ, നമ്മുടെ സ്ഥാനാർത്ഥി വനിതയായോണ്ടാവും. അതെ, വളരെ വേണ്ടപ്പെട്ടവര് മാത്രം അതോട് കയറിയാ മതി. സ്ഥാനാർത്ഥിയായിരിക്കും. ഇരിക്കൂ. അല്ല, അനിയത്തിയുടെ ഭാര്യയുടെ അത്. ഇതാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി, മിസ് രാജലക്ഷ്മി. മാധവൻ മാസ്റ്ററുടെ മകളല്ലേ? അപ്പൊ അറിയാം. സാർ, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് പാറുക്കുട്ടി. ദയവായി നോമിനേഷൻ സ്വീകരിക്കണം. എന്നെ MLA ആക്കിയ പോരാ, മന്ത്രിയാക്കണം. ഇന്ന് മന്ത്രി, നാളെ മുഖ്യമന്ത്രി, മറ്റന്നാ പ്രധാനമന്ത്രി. വട്ടാണ് ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഇവരെയും കൊണ്ട് പുറത്തേക്ക് പോകണം. തലയ്ക്ക് സ്ഥിരതയില്ലാത്തവരുടെ നോമിനേഷനോട് സ്വീകരിക്കില്ല. എല്ലാ യോഗ്യതകളും ഇവർക്കുണ്ട് സാർ. ഇന്ത്യൻ പൗരനാണ്, പ്രായപൂർത്തി, വോട്ടവകാശമുണ്ട്. പിന്നെ തലയ്ക്ക് സ്ഥിരതയില്ല, അതൊരു കുറവായിട്ട് കാണരുത്. സ്ഥിരതയുള്ളവരിവിടെ കുറെ കാലം ഭരിച്ചല്ലോ. ഇനി ഇല്ലാത്തവരുടെ കൈ നോക്കട്ടെ. എന്തായാലും തലയ്ക്ക് സ്ഥിരതയുള്ളവർ കാണിക്കുന്ന അത്ര വൃത്തികേട് ഇവര് കാണിക്കത്തില്ല. നമുക്ക് പോവാം. ഇന്ന് മുഖ്യമന്ത്രി, ഇവരെ പിടിച്ച് പുറത്താക്കൂ. പകരം ഞങ്ങൾ ചോദിക്കും. നമ്മുടെ ഇവിടെ വേഗം കൊടുത്തേക്കൂ. മനുഷ്യനെ ഒരുമാതിരി പറ്റിക്കാൻ നോക്കുക. പറ്റത്തില്ല. ഞാൻ MLA ആവും, മന്ത്രിയാവും, പ്രധാനമന്ത്രിയാവും. ഈ പാറക്കുട്ടി ഇന്ന് നിൽക്കും, നാളെ നിൽക്കും, മുഖ്യമന്ത്രിയാവും. നമസ്കാരം. ജയിച്ചു പോയാൽ ഞങ്ങളുടെ തൊഴിലന്വേഷണത്തിന് പരിഹാരം ഉണ്ടാക്കി തരുമോ? പറ. അസംബ്ലി ചെന്ന് വായി മൂടി ഇരിക്കാനാണെങ്കിൽ എന്തിനായി വേഷം കെട്ടണേ? സ്ഥാനാർത്ഥി എന്തെങ്കിലും പറഞ്ഞേച്ചു പോ. അതെ, ചുമ്മാ ആളാകല്ലേ. ഓഹോ, ഇപ്പോഴേ സെക്യൂരിറ്റിയെ കൊണ്ടാണ് നടപ്പല്ലേ? അങ്ങോട്ട് മാറിക്കടാ. ദയവായി തിരിഞ്ഞു പോകണം. ഇതൊന്നും അത്ര കാര്യമാക്കരുത്. ആണുങ്ങളുടെ കൈയുടെ ചൂടറിയാത്തതിന്റെ കുഴപ്പമാ. അതെ, എവനോടൊന്നും ഇടപെടാൻ കൊള്ളൂല. ആരാ അയാള്? അയാളോ? അതൊന്നും പറയാതിരിക്കുക ഭേദം. ഒരുപാട് പഠിപ്പുണ്ട്, ഡിഗ്രി ഉണ്ട്, പക്ഷെ ഉദ്യോഗമില്ല. അതുകൊണ്ടെന്താ, മാന്യമായിട്ട് ജീവിക്കുന്ന ആരെ കണ്ടാലും കണ്ണുകടിയാ. സ്റ്റേറ്റുകാർ കണ്ട കല്ലെടുത്തെറിയുക. ഇന്നാളൊരു ദിവസം ഒരു പോലീസുകാരന്റെ തൊപ്പി എടുത്തൊരു പിച്ചക്കാരന്റെ തലയെ കൊടുത്തിട്ടിൽ. അതൊക്കെ പോട്ടെ, ഈ സെക്രട്ടേറിയറ്റിന് മുമ്പ് വെച്ച് എന്റെ കരണക്കുറ്റിക്കിട്ട് ഒറ്റയടി. അതെന്താ, ഞാൻ ഒരക്ഷരം മിണ്ടിയില്ല. മിണ്ടാൻ പാടില്ല, അതാണ് നയം. ഇങ്ങോട്ട് കയറിയട്ടെ. കേറണം സാറേ.